ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഓട്ടം കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇവിടുന്ന് ഒരു ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ ഒരു ഇതാണ് ഒരു ഓട്ടമാണ്, ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കിടുക്കം പ്രൈവറ്റ് ബസ് ഓട്ടം. ഫോട്ടോ കണ്ടായിരുന്നു, കിടുക്ക സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയാണ്, പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളെ പുതിയൊരു വീടും എടുത്തിട്ടുണ്ട്. പഴയ വീട് ഞാൻ വിറ്റു, അതായത് ഒരു രസമില്ല, നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും മാറും, ഇതിൽ നല്ലൊരു വീട് വെക്കും. അപ്പോൾ ഇതിലിപ്പോൾ തൽക്കാലം താമസിക്കും. അപ്പോൾ സമയം കളയാൻ നമുക്കങ്ങ് പോകാം കേട്ടോ. ഓക്കെ ഗൈസ്, വേണ്ട നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ, ഇത് നമ്മുടെ ഒരു ചങ്ക് യൂട്യൂബറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ്റെ പഴയതായിട്ട് കടന്നൊരു വണ്ടിയാണ്. അവൻ്റെ പുതിയൊരു ഫോർച്യൂണറുണ്ട്. അപ്പോൾ അത് അവനിപ്പോൾ എടുത്തിട്ട് ഇന്നോവ എനിക്ക് വന്ന് ഫുൾ ബോഡിക്ക് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്തെടുത്തു. അപ്പോൾ അധികം സമയം കളയാൻ നമുക്ക് വണ്ടിയിലും കയറാം കേട്ടോ. ഓക്കെ, ഇതതിൻ്റെ എൻ്റെ ഉള്ളിൽ ആവശ്യം ഇവിടെ താഴോട്ട് നിങ്ങൾ നോക്കിക്കോണേ. കേട്ടോ, ഫുൾ ലൈറ്റാണ്, ലൈറ്റൊക്കെ ഇട്ട് ഈ വണ്ടിയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നൈസിനങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ദൂരമുണ്ട്. നല്ല ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിക്ക് ദൂരം, ഞാൻ പറയുന്നില്ല, അത്ര അധികം ദൂരമുണ്ട്. അപ്പോൾ ലോങ് ട്രിപ്പ് കൂടെ ആകും, വണ്ടിയുടെ ഒക്കെ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഇനി ഒരു വണ്ടി ഒരു കൺട്രോൾ കുറവ് എന്താണെന്നറിഞ്ഞോളാം. അതേണ്ട ഒരു പ്രശ്നം, ട്രാഫിക്കാണ്. നമുക്കൊക്കെ എന്ത് ട്രാഫിക്ക്, നമുക്ക് ട്രാഫിക്കും പേടിക്കണ്ട, പെറ്റിനെ എത്ര എണ്ണം അടിക്കാനും. അപ്പോൾ ഇവിടെ നേരെ പോകാം ബസ് സ്റ്റോപ്പിലോട്ട്. നല്ല രീതിക്ക് ദൂരം ഉണ്ടെന്നാണ് എനിക്ക് എൻ്റെ അടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ രീതിക്ക് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി നമുക്കൊരു 20 സബ്സ്ക്രൈബേഴ്സെങ്കിലും അടിക്കണം, എന്നാലേ നമുക്ക് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പുറത്തെ ഒരു വഴിയുണ്ടല്ലോ, ഇതൊരു വഴിയില്ലേ, അപ്പുറത്തെ ഒരു വഴിയുണ്ടോ എനിക്ക്? അല്ല വഴിയില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ വഴിയുണ്ടോ, എല്ലാവരും അങ്ങോട്ട്. 2 ക്രിസ്റ്റ കൊള്ളായി. ചേട്ടോ വേണ്ട, വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എടുത്തോണ്ട് പോളോ. അത് ആൾക്കാർക്കൊന്നും ഇതില്ല, ഫുൾ നോൺസെൻസേ പറയത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്കെന്തായാലും ഒരു നോക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം, വേറെ പണികളാണ്. അപ്പോൾ പോവാം. ഇവിടെ നല്ല രീതിക്ക് ദൂരമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കഴിഞ്ഞാൽ ബാക്കി വീഡിയോ ഇടാം, അത് നല്ല രീതിക്ക് ദൂരമുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ ആ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്ക് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ലോങ് ട്രിപ്പായിരുന്നു. ഇപ്പോൾ ഉച്ച സമയമായി, രാവിലെ പുറപ്പെട്ടതാണ്, രാവിലെ 7:30 പുറപ്പെട്ടതാണ്. അതേ ഉച്ചയായി കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളെ പറഞ്ഞ് പുറപ്പെടുപ്പിക്കുന്നില്ല, വണ്ടി കിടപ്പുണ്ട് പ്രൈവറ്റ് ബസ്, ആൾക്കാരൊക്കെ അവിടെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് പോയാലും. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇതേ ഗൈസ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്. ഗൈസ്, ഞാൻ സത്യത്തിൽ അണച്ചു കേട്ടോ, വണ്ടി ഓടിച്ചിട്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ വണ്ടിയല്ലേ കണ്ടോ, ക്രിസ്റ്റഫർ എന്നാണ് വണ്ടിയുടെ പേര്. അപ്പോൾ കിടക്കാൻ വണ്ടി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓടി ആൾക്കാരുണ്ട് കേട്ടോ, ഇവിടെ നോക്കി കാണാം, ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാരുണ്ട്. ഇനി ഇവരെ കൂടെ കയറ്റുമ്പോഴാണ് ഇതൊന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ വണ്ടി കണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നല്ല വണ്ടിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം, ഇത് കണ്ടു. ഇതിപ്പോൾ പ്രൈവറ്റ് ബസ്സാണോ ടൂറിസ്റ്റ് ബസ്സാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കണ്ടക്ടർ ഇറക്കനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ വണ്ടി അങ്ങ് എടുത്താലോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കയറി, വണ്ടി ഇങ്ങ് സ്റ്റാർട്ടാക്കാൻ. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നൈസിന് ബാക്ക് എടുക്കാം.
ചെറിയ ഇടയാണ്. അപ്പോൾ ഇതിനകത്തൊരു ഡ്രൈവറില്ല, ഡ്രൈവർ വേറെ ഓട്ടം പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചത്. അപ്പോൾ ഗൈസ് ദേണ്ട ആൾക്കാരിവിടെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വണ്ടി ഇറക്കാം. ഹോളി ക്രാഫ് ഗൈസ്, എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ. ഈ വണ്ടി ഓടിയ രസമുണ്ട് കേട്ടോ. അത് പ്രൈവറ്റ് ബസ്സാണെന്ന് തോന്നുന്നില്ല. അതെ, ഇത് കുറേ ആൾക്കാരുണ്ടല്ലോ ഗൈസ്. ഇത് വണ്ടിക്കകത്ത് സീറ്റുണ്ട് കണ്ടു. ഇവിടെ നോക്കിയ അവിടെ സീറ്റുണ്ട്, സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലമുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ ഇവിടെ നിന്ന് നൈസിന് വണ്ടി അങ്ങ് എടുത്താലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറക്കാം. ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് നൈസിന് വണ്ടി അങ്ങ് എടുക്കാം. ഓക്കെ. ഇടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ചെറിയ സ്ഥലമാവേണ്ടേ, നല്ല പാടുണ്ട് വണ്ടി ഓടിക്കാൻ. ചെറിയ ഇടയിൽ കൂടെ ഇപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. ഇത്രയും വലിയ ബസ്, എന്നാൽ നല്ല വലിയ ബസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കിയും കണ്ട് ഒരു മതാമയൊക്കെ ഇരിക്കുന്നു വണ്ടിയിൽ. മേടിച്ചു ചെയ്യും പെട്ടെന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിക്ക് ഇവിടുന്ന് എടാടാ എവിടെ നോക്കി ഇവനൊന്നും ഓടിക്കാനും അറിയത്തില്ലേ, കൊള്ളം. പറയുന്നില്ല ഈസ്. ഇപ്പം ഞാനായതുകൊണ്ടാണ്, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണാൻ പറഞ്ഞിട്ടേ ഉള്ളല്ലോ. ഒന്ന് ഇവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. വണ്ടിയാന്ന് പറഞ്ഞ് ബസ് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുക. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഗൈസ് ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എതിരെ വണ്ടിയൊന്നും വിടുന്നില്ല, അതായത് എനിക്ക് കട്ട ഉറപ്പിച്ച് വിടുന്നത്. ഇപ്പോൾ വന്നേന്ന് ഗൈസ്, വണ്ടി വന്ന് ഞാൻ പെട്ടെന്ന് എടുത്ത് ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു മാപ്പ് കഴിയാറായേ. അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ടേ അടുത്ത മാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ദൂരം ഉണ്ടായിരുന്നു, അറിയാമല്ലോ, നല്ല ദൂരം കാണുമല്ലോ. അപ്പോൾ ഇവിടെയുള്ള സ്റ്റോപ്പുകളൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് രസമില്ല. പിന്നെ മാത്രമല്ല ഇതൊരു ഹൈവേ ആണ്, അതും രസമില്ല. അപ്പോൾ എല്ലാം ചെറിയ വഴികളിൽ വരുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ ഈ വഴി പോയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണേ. ഈ സൈഡിൽ സ്കൂളൊക്കെ കാണാം കേട്ടോ. ഇത് വൺ വേ ആയതുകൊണ്ട് രസമില്ല. പിന്നെ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഓടിക്കാൻ നല്ല രസമുണ്ട്. അശോക് ലേലാൻഡിൻ്റെ സ്റ്റിയറിങ് നല്ല രസമുണ്ട്, മോഡിഫിക്കേഷനാണ് സ്റ്റിയറിങ്. ഒരു കറക്റ്റ് ഒരു എന്തുവാ നല്ല രസമുണ്ട് ഗൈസ് വണ്ടി ഓടിക്കാൻ. സാധാരണ വണ്ടി ഓടിക്കുന്ന പോലെ ഒന്നുമല്ല, ഇത് നല്ല രസമുണ്ട്. പിന്നെ ഇത് ഒരു വൺ വേ ആയിരുന്നെങ്കിൽ മോനെ പൊളിച്ചേനെ, അതായിരുന്നു സീന്. ഈ ട്രക്കുകാർ മാറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ബസ്സിനെ അങ്ങ് കയറി അങ്ങ് പോവായിരുന്നു. മോനെ നീ മാറ്റാത്തോണ്ടല്ലേ. ഇതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് ഇറക്കാം. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇവിടുത്തെ എല്ലാം കത്തുമോ? അപ്പോൾ വണ്ടി കൊള്ളാമേ, രസമുണ്ട് ഓടിക്കാൻ. അതാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇടിച്ച് ഗൈസ്. ആരും പേടിക്കണ്ട, ഇത് എൻ്റെ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണ്. എന്തൊരു കൊല്ലാൻ നോക്കുന്നോ നീ? സോറി ചേച്ചി, അത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ സെല്ലിന് പേടിച്ചേട്ടാ. പക്ഷെ ഇതൊരു വൺ വേ ആയിരുന്നെങ്കിൽ, ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നുണ്ട്. ഒരു വൺ വേ ഞാൻ പ്രതീക്ഷിക്കുന്നു, വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തിനാ വൈപ്പർ ഇട്ടുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇപ്പോഴാണ് കാണുന്നത് വൈപ്പർ ഇട്ടുകൊണ്ട് ഓടിക്കുന്നു. ഇതൊരു വൺ വേ ആണോ? അല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഒരു വൺ വേ, പക്ഷേ ഈ വൺ വേ ഒന്നും രസമില്ല. പെട്രോൾ പമ്പിലോട്ട് ഇറക്കുക അല്ലേ, വേണ്ട. ഞാനൊരു പെട്രോൾ പമ്പിൽ കൂടെ കയറ്റി അങ്ങനെ ഓവർടേക്ക് ചെയ്യാനായിരുന്നു.
കുഴപ്പമില്ല. ഇത് ഫുട്ബോൾ കോർട്ട് പോലുണ്ട്. അല്ല, ഫുട്ബോളല്ല അത്. അല്ല, നമുക്കൊന്ന് ഇറങ്ങി കളിക്കുകയാണ്. ഓയ്യോ, അപ്പോൾ അവനെ കൊണ്ട് പോയേനെ. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിക്ക് ദൂരമുണ്ട്. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഷോർട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ചിലപ്പോൾ മിക്കവാറും വീഡിയോ എടുത്തും നല്ല രീതിക്ക് എന്തോ ആ വണ്ടി കാണുമ്പോൾ അവനൊരു പാസടി. ഈ സത്യം പറഞ്ഞാൽ അവന്മാർ തെറി വിളിക്കുന്നതായിരിക്കും. നമ്മളിങ്ങനെ റോങ് സൈഡ് ഇത്ര നേരം ഓടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും കല്ല് കയറും. പെട്ടെന്ന് അടുത്തെത്തും, നമ്മളും കൂടെ പാസ് അടിക്കും. പാസ് അടിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവനെ കൊണ്ട് പോയാൻ ഷോർട്ട് കട്ടാന്ന് തോന്നുന്നു. ഷോർട്ട് കട്ട് എടുക്കാം. എനിക്ക് ഷോർട്ട് കട്ട് ഇഷ്ടം. വയസ്സല്ല ഷോർട്ട് കട്ടെല്ലാം വരുവാണ്, നമുക്ക് ഇങ്ങോട്ട് ഇറക്കാൻ കിട്ടും. ഷോർട്ട് കട്ട് എടുക്കണ്ട ഇവിടുന്ന്. ഇപ്പം കമ്പി കൊണ്ട് പോയാൻ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്ഥലം ഞാൻ അതിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ട്രാഫിക്കും ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോയി നല്ല ഇഷ്ടം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം ഈ ഓവർടേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ ഓട്ടോക്കാരൻ പോകുന്നുണ്ട്. അയ്യോ എടാ, ഇവരെന്ത് വട്ടി സൈക്കോ ആണോടാ. സാധാരണ സൈക്കോകളുണ്ട്, ഇങ്ങനത്തെ സൈക്കോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഗൈസ്, ഇതൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ് ഗൈസ്. ഗൈസ്, ഇത് വൺ വേ ആണെന്ന് തോന്നുന്നില്ല. വീണ്ടും ഇങ്ങനത്തെ ഒരു പാട്ട സ്ഥലമാണ്. കഴിക്കാൻ കയറ്റിയല്ലോ. ഇത് പറഞ്ഞ ടൂറല്ലല്ലോ, ഇതാ. അപ്പോൾ ഗൈസ്, വീഡിയോ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാറൊക്കെ ആയി. അപ്പോൾ വണ്ടി എവിടെയോട്ടൊന്ന് ഒതുക്കട്ടെ. ഇങ്ങോട്ട് ഒതുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. നമ്മുടെ വണ്ടി ഇതാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടിട്ടില്ലല്ലോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഉൾവശം. കണ്ടോ, മൊത്തം ലൈറ്റ് സെറ്റപ്പുകളൊക്കെയാണ്. കണ്ടോ, നമ്മളിവിടെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. നമ്മുടെ ബാക്ക് കണ്ടോ, മൊത്തം ഒരു ടൂറിസ്റ്റ് ബസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. സീനാണ്, കൊള്ളാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൽ നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.